വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ്. നമ്മൾ ഏറ്റവും പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണല്ലേ. ഇനി ബിഗ് ബോസിൽ പഴയ കളികളല്ല, പുതിയ കളികൾ. കാരണം നമ്മുടെ സീക്രട്ട് ഏജന്റ് പവർ ടീമിൽ കയറിയിരിക്കുന്നു. മെയിൻ ടാർഗറ്റ് ജിൻഡോന്റെ കഥ കഴിക്കുമോ? ഇന്നലെ നമുക്ക് ഏറ്റവും വലിയ വിഷമം വന്ന കാര്യം വിചാരിച്ചാൽ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും അറിയുന്നില്ല. നമ്മൾ അഖിൽമാരാന്റെ ലൈവ് കണ്ടതാണ് പലരും. കാരണം ലാലേട്ടനെ മണ്ടനാക്കിക്കൊണ്ടാണ് ഇപ്പൊ കളി പോകുന്നത്. വെറുതെ ആ മനുഷ്യനെ കുറെ നെഗറ്റീവ് കമന്റ്സ് വേടിച്ചെടുത്തു. ലാലേട്ടന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ഒരു ഇംപ്രഷൻ നമുക്ക് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. സോ ബാക്കി നമുക്ക് കേൾക്കാം. അപ്പൊ ഓഡിയൻസിന്റെ നിർദ്ദേശപ്രകാരം ബിഗ് ബോസ് ഇൻഫോം ചെയ്തിട്ടുണ്ടായി പവർ ടീമിൽ നിന്ന് രണ്ടാൾക്കാരെ ഒന്ന് മാറ്റണമെന്ന്. സോ അവരോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് മാറാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ പവർ ടീമിൽ ആരൊക്കെ ഉണ്ടായി? ശ്രീരേഖ ഉണ്ടായി, ശരണ്യ ഉണ്ടായി, ഋഷി ഉണ്ടായി, ഗബ്രി ഉണ്ടായി. അപ്പൊ തന്നെ ഋഷി പറഞ്ഞു ഓക്കെ ഞാൻ മാറാൻ റെഡിയാണ്. അപ്പൊ ഗബ്രി പറഞ്ഞു വേണമെങ്കിൽ മാറാമല്ലോ. ഒരു മിഡിൽ സ്റ്റേറ്റിലാണ് അവൻ നിന്നിരുന്നത്. അവസാനം പക്ഷെ ഇത് കഴിയുമ്പോൾ നമ്മുടെ ശരണ്യയും ഋഷിയും കൂടി സംസാരിക്കുന്നുണ്ട് ഗബ്രിയെ നമുക്ക് എന്തായാലും മാറ്റണമെന്ന്. അവസാനം എന്തായാലും നമ്മുടെ ഗബ്രിയും ഋഷിയും തന്നെയാണ് മാറി നിന്നത്. അപ്പോഴാണ് ഗബ്രി പുറത്തു വന്നതിന് ശേഷം ഗബ്രിയും അപ്സരയും തമ്മിലൊരു ടോക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്സരോട് നിനക്ക് ഈ ടീമില് പവർ ടീമിൽ കയറിക്കൂടെയെന്ന്. അപ്പൊ അപ്സര പറയും എനിക്ക് പവർ ടീമോ അല്ലെങ്കിൽ ക്യാപ്റ്റൻഷിപ്പോ ഈ ഒരു വീക്ക് ആവാൻ താല്പര്യമില്ല, അടുത്ത ആഴ്ച പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്നൊരു ടോക്ക് അവിടെ വരുന്നുണ്ട്. അതങ്ങനെ അവിടെ എൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് പവർ ടീമിൽ കയറാൻ താല്പര്യമെന്ന്. അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായും, നന്ദനയും, പിന്നെ സിജോയും, ജിൻഡോയും, ജാസ്മിനും ഇവർ 5 പേരാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ സിജോയും സീക്രട്ട് ഏജന്റും പുറത്തു വന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെയും ജിൻഡോനെയും നമ്മൾ ഇതിൽ കേട്ടരുതെന്ന്. കാരണം എപ്പോഴും ജാസ്മിൻ പവർ ടീമിൽ ഉണ്ടാവുമ്പോൾ ഗബ്രി നോമിനേഷനിൽ വരുമ്പോൾ അവളുടെ വോട്ട് ഡയറക്റ്റ് ആയിട്ട് ഗബ്രിക്ക് കിട്ടും. അങ്ങനെ റിവേഴ്സ് ഒരു പാറ്റേണിലാണ് അവരുടെ സ്ട്രാറ്റജി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടാവും. അതേപോലെ തന്നെ ജിൻഡോ നമ്മുടെ പവർ ടീമിൽ കയറുകയാണെങ്കിൽ എല്ലാവരും അട്രാക്ഷൻ വീണ്ടും ജിൻഡോയ്ക്ക് എത്തും. അതും കോമ്പറ്റീഷൻ ടൈറ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഇവര് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ പോലെ നടത്തിയിട്ട് സെലക്ട് ചെയ്യാനാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ ഇവർ ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് 5 പേരും കൂടി പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഗെയിമില് 3 റൗണ്ട് ആയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മുടെ ജാസ്മിൻ ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ ഔട്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ സിജോ, അവസാനം നന്ദനയും സായാണ് പവർ ടീമിലേക്ക് കയറുന്നത്. പിന്നെ നോറയും ശ്രീരേഖയും തമ്മിൽ ഒരു അടി ഉണ്ടായി. മുന്നേ നടന്ന ഒരു ആക്ടിവിറ്റിയുടെ ബേസിസിൽ അവർ തല്ലുണ്ടായി. നോറയെല്ലാം പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. ശ്രീരേഖ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ നോറ ഒരിക്കലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഒരു അടി ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ സീക്രട്ട് ഏജന്റ് ലൈവിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവന്റെ മെയിൻ ടാർഗറ്റ് ആദ്യം ജാസ്മിൻ ആയിരുന്നു. അവൻ വന്ന ടൈമിൽ ജാസ്മിനോട് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം അവന് ജാസ്മിനും ഗബ്രിയുടെയും ഗെയിം നല്ല രീതിയിൽ ഡൗൺ ആയി. അപ്പൊ അവന്റെ പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടൂട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും.